ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യും. എന്താ മോളെ, എന്താ നീ ചുമക്കുന്നേ? എന്താ നിനക്ക് സുഖമില്ലേ? അമ്മ, എനിക്കെന്തോ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ. അയ്യോ, ഞാനിപ്പൊ വിളിക്കാവേ. ഹലോ. അയ്യോ മോളെ, മോളെ അഷി, മോളെ അഷി, ഹലോ മോളെ. ഹലോ ഹലോ പൃഥ്വി. ശോ, എന്താ പറ്റിയ മോളെ? മോളെ അഷി. അയ്യോ പൃഥ്വി, ഹലോ അഷി. അഷി, അയ്യോ പൃഥ്വി, ഹലോ അഷി. അഷി, അഷി, ഏയ് അഷി, ചേച്ചി, അഷി, അഷി, ചേച്ചി, അമ്മേ, അഷി, അഷി, അയ്യോ എന്റെ മോളെ, അഷി, അഷി, മോളെ അഷി. പൃഥ്വി, ഹലോ. അയ്യോ എന്റെ മോള്, മോളെ അഷി. ഗിരിജ, ദേവേട്ട. ദുർഗയും കിരണും ഇവിടെ വന്ന് താമസിച്ചിരുന്നെങ്കിൽ മനസ്സിനൊരു സന്തോഷായനെ. അവരവിടെ നിൽക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. അവർക്ക് എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ താമസിക്കുന്നത്. എവിടെയായാലും എന്റെ മോള് സന്തോഷമായിട്ട് ഇരുന്ന് കാണണം. അതെ അതെ. അമ്മേ, ആ ദേവേട്ട. എന്തു പറ്റി? ഗിരിജേ, എന്താ അഷിത. എന്താ വസുമതി, അഷിതക്ക് എന്തു പറ്റി? എന്നോട് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നതാ. പെട്ടെന്ന് എന്തോ ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പൃഥ്വി വിളിക്കുന്നതോ എന്തൊക്കെ പറയുന്നതോ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫോൺ കട്ടായി. നാത്തൂനൊന്ന് തിരിച്ചു വിളിച്ചു നോക്കാറുന്നില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. അവിടെ വേറെ ആരെങ്കിലും വിളിക്കാം. നിക്കേ, ഞാൻ ദുർഗമോളെ വിളിക്കാം. ശ്ശോ, എന്ത് പറ്റിയതാണോ എന്തോ. ഞാൻ ഒന്നുകൂടി വിളിക്കട്ടെ. അഷി മോളെ. അഷി, എന്താ പറ്റിയ മോളെ? അഷി, മോളെ, അഷി എണീറ്റേ. മോളെ, മോളെ കണ്ണു തുറക്ക്. അഷി, അഷി അഷി, കണ്ണൂർന്നേ. മോളെ, മോളെ എഴുന്നേറ്റേ. ഒന്ന് കണ്ണൂർന്നേ. കണ്ണു തുറക്ക്. എടോ അഷി, അഷി, മോളെ അഷി, അഷി, അഷി മോളെ. അഷി, അഷി എന്താ പറ്റിയ മോളെ? അറിയില്ല, വൊമിറ്റ് ചെയ്യാൻ തോന്നി. പിന്നെ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയ പോലെ. ചേച്ചി പ്രഷർ കുറഞ്ഞായിരിക്കോ? നോക്കട്ടെ. ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യും.
അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്താലും മതിയാവും. അമ്മ പറഞ്ഞത് സത്യമായി മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് നമുക്കിത് കൺഫേം ചെയ്യണം. പൃഥ്വി, ഇനിയെങ്കിലും നീ കുറച്ച് റെസ്പോൺസിബിലിറ്റി കാണിക്കണം കേട്ടോ. ചോദിക്കാനും പറയാനും ഒക്കെ ആള് വരാൻ പോവാ, അല്ലേ അമ്മ? അഷി, ദേ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? പൃഥ്വി, കൺഗ്രാറ്റ്സ്. അതൊക്കെ കൺഫേം ചെയ്തിട്ട് മതി. ഇപ്പോഴേ നമ്മൾ ഇതിന്റെ പേരിൽ ഒരുപാട് സന്തോഷിക്കുക ശരിയല്ല. വീട്ടിലറിഞ്ഞ എല്ലാവർക്കും വലിയ സന്തോഷായനെ. അതൊക്കെ ഞങ്ങൾ പറയേണ്ടപ്പോ പറഞ്ഞോളാം. നീ ആയിട്ട് ഇനി ആരെയും ഒന്നും അറിയിക്കാൻ നിക്കണ്ട. ദേ അടുത്ത ചാൻസ് നിങ്ങൾക്കാട്ടോ. ആ അതെ. അഷിതയും ദുർഗയും ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണിമയോ പൃഥ്വിയെ വിളിച്ചിട്ട് കാര്യം ചോദിക്കാലോ. ഞാനേ പൂർണിമയെ ഒന്ന് വിളിക്കാം. ഹലോ. ഹലോ പൂർണിമേ, അഷിതയ്ക്ക് എന്താ പറ്റിയേ? അത് അവിടെ എങ്ങനെ അറിഞ്ഞു? എന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അഷിതയ്ക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു പോയതാ. പിന്നെ കോള് കട്ടായി. ഞാൻ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. ദുർഗയെ വിളിച്ചിട്ടും കിട്ടിയില്ല. അതാ ഞാൻ പൂർണിമയെ വിളിച്ചേ. ആന്റി പേടിക്കണ്ട, അഷിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ അവള് ഫോൺ എടുക്കാത്തെ? അത് അഷിതയ്ക്കൊരു തലയിറക്കം. അയ്യോ, അല്ല ആന്റി പേടിക്കാനൊന്നുമില്ല. ആന്റി ഉടനെ ഒരു മുത്തശ്ശിയാവാനുള്ള സാധ്യതയുണ്ട്. ഭഗവാനെ, ഞങ്ങളതൊന്ന് കൺഫേം ചെയ്തിട്ട് അറിയിച്ചാ മതിയെന്ന് കരുതിയാ പറയാതിരുന്നേ. ഈശ്വര, എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. അയ്യോ, ഇത്രയും നേരം പേടിച്ചെങ്കിലും ഇതിപ്പോ കേട്ടപ്പോ സന്തോഷായി. ഞാൻ അഷിതയെ പിന്നെ വിളിച്ചോളാം. അത് മതി. പിന്നെ കൺഫേം ചെയ്യുന്നത് വരെ ആരോടും പറയണ്ട. ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ ആന്റി. എന്താ നാത്തൂനെ? ഗിരിജെ, അഷിതയ്ക്ക് വിശേഷം ഉണ്ടെന്ന്. ആ, ഭഗവാനെ.